സൗമീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന മൂംഗ് ദാൽ ഓംലേറ്റ് ആണ് കേട്ടോ. ആദ്യം ഇതിലേക്കായിട്ട് 1 കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വയ്ക്കുക. ഇനി ഇതിലെ വെള്ളം മുഴുവൻ കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കട്ട് ചെയ്തെടുത്ത 1 കഷ്ണം ഇഞ്ചിയും കൂടെ 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സിയിലടിച്ച് പേസ്റ്റാക്കി എടുക്കുക. ഈ രീതിയിലൊന്ന് ചെയ്താൽ മതിയാകും കേട്ടോ. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 കപ്പ് അരിപ്പൊടിയും ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ കമിൻ പൗഡറും 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും 3 പച്ചമുളക് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതും 1 തക്കാളി വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടെ ഗ്രേറ്റ് ചെയ്തെടുത്ത 1 ക്യാരറ്റും 1 ക്യാപ്സിക്കം വളരെ ചെറുതായി കട്ട് ചെയ്തെടുത്തതും ഇതെല്ലാം ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സാക്കി എടുക്കണം കേട്ടോ. ഈ രീതിയിലൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഇനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ 1 ടീസ്പൂൺ വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനോ ഒന്ന് ആക്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളം ഒഴിക്കുന്നത്. ഇനി ഇത് നല്ലപോലെ മിക്സാക്കി എടുക്കണം. ഇനി പാൻ നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് എല്ലാ ഭാഗത്തേക്കും ഈ രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. ഇനി ഇതിന് മുകളിലേക്ക് 1 ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ടതിന് ശേഷം മുകൾ ഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ മൂംഗ് ദാൽ ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഡിഫറെൻ്റ് ആയിട്ടൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.